കോഴിക്കോട് നാദാപുരത്ത് LDF-ൽ പ്രതിസന്ധി. ഒന്നാം വാർഡിലേക്കുള്ള തെരഞ്ഞെടുപ്പിന് 2 ഇടത് സ്ഥാനാർത്ഥികൾ പത്രിക സമർപ്പിച്ചു. CPM CPI സ്ഥാനാർത്ഥികളാണ് പത്രിക നൽകിയത്. KV രാഹുൽ ചേരുന്നുണ്ട്. രാഹുൽ, വലിയ പ്രതിസന്ധിയിലേക്ക് പോവുകയാണോ? മുന്നണിയുടെ കെട്ടുറപ്പ് പോലും ഇല്ലാതാകുന്ന രീതിയിലേക്ക് പോകുമ്പോൾ അത് നേതൃത്വത്തിൻ്റെയൊക്കെ അറിവോടുകൂടിയാണോ ഇങ്ങനെ ഒരു പത്രികാ സമർപ്പണവും മത്സരരംഗത്തേക്കുള്ള രംഗപ്രവേശനവും? എന്താണ്, എന്തെങ്കിലും സമവായ ചർച്ചകൾ എന്തെങ്കിലും നടന്നോ? പ്രജീഷ്, ചുരുക്കി പറഞ്ഞാൽ ഫലത്തിൽ ഇപ്പോൾ നാദാപുരം പഞ്ചായത്തിലെ 1-ാം വാർഡിൽ LDF-ൽ 2 സ്ഥാനാർത്ഥികളാണ്. മുന്നണി ധാരണ പ്രകാരം സീറ്റ് CPIക്ക് വിട്ടു നൽകിയതാണ്. CPIയുടെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുകയും ചെയ്തു, പ്രചരണം ആരംഭിക്കുകയും ചെയ്തു. ഇതിനിടെയാണ് CPM-ഉം സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചത്. ഇവർ രണ്ടുപേരും നാമനിർദ്ദേശ പത്രിക ഇന്ന് നൽകുകയും ചെയ്തതോടു കൂടിയാണ് വലിയ പ്രതിസന്ധി ഉണ്ടായിട്ടുള്ളത്. 1-ാം വാർഡിന്റെ പേര് ഇയ്യങ്കോട് എന്നാണ്. CPIയിലെ CH ദിനേശനെയാണ് ഇവിടെ മുന്നണി സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചത്. CPI ചിഹ്നത്തിലാണ്. ഈ സ്ഥാനാർത്ഥിത്തിനെതിരെയാണ് CPM-ന്റെ അവിടെയുള്ള പ്രാദേശിക നേതൃത്വവും രംഗത്ത് വന്നത്. ഈ പ്രശ്നം മുന്നണിയിലെത്തി അത് ചർച്ച ചെയ്യുന്നതിനിടെ തന്നെ വാർഡ് കമ്മിറ്റി CPM-ന്റെ സ്ഥാനാർത്ഥിയായി ഒദ്യോത്ത് വിജയനെ പ്രഖ്യാപിക്കുകയായിരുന്നു. സംഘടനാപരമായി ഒരു ശേഷിയുമില്ലാത്ത CPIക്ക് ഈ സീറ്റ് വാർഡ് നൽകാൻ കഴിയില്ല എന്നാണ് CPM-ന്റെ നിലപാട്. ചുരുക്കത്തിൽ രണ്ടുപേരും ഇന്ന് പത്രിക നൽകുകയും ചെയ്തിട്ടുണ്ട്. എന്നാലും രണ്ടുപേരും പത്രിക പിൻവലിക്കാനില്ല എന്നാണ് നിലവിൽ പറഞ്ഞിട്ടുള്ളത്. സംബന്ധിച്ച് കൂടുതൽ ചർച്ചകൾ ഏതായാലും നടക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. ഒരാൾ പിൻവലിച്ചിട്ടില്ലെങ്കിൽ CPM CPI സ്ഥാനാർത്ഥികൾ കൂടി തമ്മിലുള്ള മത്സരം കൂടിയാണ് വാർഡിൽ നടക്കുക, ഇയ്യങ്കോട് വാർഡിൽ നടക്കുക. ശരി, രാഹുൽ KV ആണ് ഇവിടെ. നാദാപുരത്ത് അങ്ങനെ CPI CPM മത്സരത്തിന് വേദി ഒരുങ്ങുകയാണ്. 2 സ്ഥാനാർത്ഥികളും പത്രിക സമർപ്പിച്ചിരിക്കുന്നു.